സംഖ്യാപുസ്തകം 18-ാം അധ്യായം. പിന്നെ യഹോവയോട് അരുളിച്ചെയ്തെന്നാൽ, നീ നിന്റെ പുത്രന്മാരും നിന്റെ പിതൃഭവനത്തിലെ വിശുദ്ധമന്ദിരം സംബന്ധിച്ചുണ്ടാവുന്ന അകൃത്യം വഹിക്കണം. നീയും നിന്റെ പുത്രന്മാരും നിങ്ങളുടെ പുരോഹിത്യം സംബന്ധിച്ചുണ്ടാവുന്ന അകൃത്യവും വഹിക്കണം. നിന്റെ പുത്രഗോത്രമായ ലേവ്യഗോത്രത്തിൽ നിന്റെ സഹോദരനെയും നിന്നോടുകൂടെ അടുത്തു വരുമാറാകണം. അവർ നിന്നോട് ചേർന്നു നിനക്ക് ശുശ്രൂഷ ചെയ്യണം. നീയും നിന്റെ പുത്രന്മാരും സാക്ഷ്യകൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യണം. അവൻ നിനക്കും കൂടാരത്തിനൊക്കെയും ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കണം. എന്നാൽ ആരും നിങ്ങളോടുകൂടെ മരിക്കാതെ ഇരിക്കേണ്ടതിന് അവർ വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളോടും യാഗപീഠങ്ങളോടും അടുക്കരുത്. അവർ നിന്നോട് ചേർന്നു സമാഗമന കൂടാരം സംബന്ധിച്ചിട്ടുള്ള സകല വേലയ്ക്കുമായി കൂടാരത്തിന്റെ കാര്യം നോക്കണം. ഒരന്യനും നിങ്ങളോട് അടുക്കരുത്. ഇസ്രായേൽ മക്കളുടെ ഇനി ക്രോധം വരാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിന്റെയും യാഗപീഠത്തിന്റെയും കാര്യം നിങ്ങൾ നോക്കണം. ലേവ്യരായ നിങ്ങളുടെ സഹോദരന്മാരെയോ ഞാൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്തിരിക്കുന്നു. യഹോവയ്ക്കു ദാനമായിരിക്കുന്നവരെ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യേണ്ടതിന് ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ നീയും നിന്റെ പുത്രന്മാരും യാഗപീഠത്തിങ്കലും തിരശ്ശീലയ്ക്കകത്തും ഉള്ള സകല കാര്യത്തിലും നിങ്ങളുടെ പൗരോഹിത്യം അനുഷ്ഠിച്ച് ശുശ്രൂഷ ചെയ്യണം. പൗരോഹിത്യം ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. അന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. യഹോവ പിന്നെ അഹരോനോട് അരുളിച്ചെയ്തത്, ഇതാ എൻ്റെ ഉദർച്ചാർപ്പണങ്ങളുടെ കാര്യം ഞാൻ നിന്നെ വരമേൽപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ സകല വസ്തുക്കളിലും അവയെ ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും ഓഹരിയായും ശാശ്വതാവകാശിയായും തന്നിരിക്കുന്നു. തീയിൽ ദഹിപ്പിക്കാത്തതായ അതിവിശുദ്ധ വസ്തുക്കളിൽ വെച്ച് ഇത് നിനക്കുള്ളതായിരിക്കണം. അവർ നിനക്ക് അർപ്പിക്കുന്ന അവരുടെയും സകല വഴിപാടും സകല ഭോജനയാഗങ്ങളും സകല പാപയാഗങ്ങളും സകല അകൃത്യയാഗവും അതിവിശുദ്ധമായി നിനക്കും നിന്റെ പുത്രന്മാർക്കും ഇരിക്കണം. അതിവിശുദ്ധ വസ്തുവായിട്ട് ഇത് ഭക്ഷണമാകണം. ആണുങ്ങളെല്ലാം ഇത് ഭക്ഷിക്കണം. അത് നിനക്ക് വേണ്ടി വിശുദ്ധമായിരിക്കണം. ഇസ്രായേൽ മക്കളുടെ ദാനമായുള്ള ഉദർച്ചയർപ്പണമായ ഇത് അവരുടെ സകല നീരജനയാഗങ്ങളോടുകൂടി നിനക്കുള്ളതാകുന്നു. ഇവയെ ഞാൻ നിനക്ക് നിന്റെ പുത്രന്മാർക്കും ശാശ്വതാവകാശമായി തന്നിരിക്കുന്നു. നിന്റെ വീട്ടിൽ വിശുദ്ധിയുള്ളവനെല്ലാം അത് ഭക്ഷിക്കാം. എണ്ണയിൽ വിശേഷമായതൊക്കെയും പുതുവീഞ്ഞിലും ധാന്യത്തിലും വിശേഷമായതൊക്കെയും ഇങ്ങനെ അവർ യഹോവയ്ക്ക് അർപ്പിക്കുന്ന ആദ്യഫലമൊക്കെയും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അവർ തങ്ങളുടെ ദേശത്തെ എല്ലാത്തിലും യഹോവയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആദ്യഫലങ്ങൾ നിനക്ക് ആയിരിക്കണം. നിന്റെ വീട്ടിലെ ശുദ്ധിയുള്ളവനെല്ലാം അത് ഭക്ഷിക്കാം. ഇസ്രായേലിലെ ശപഥാർപ്പിതമായതൊക്കെയും നിനക്ക് ഇരിക്കണം. മനുഷ്യരിലാകട്ടെ മൃഗങ്ങളിലാകട്ടെ സകല ജഡങ്ങളിലും അവർ യഹോവയ്ക്ക് കൊണ്ടുവരുന്ന കടിഞ്ഞൂലുകളിലൊക്കെയും നിനക്ക് ഇരിക്കണം. മനുഷ്യന്റെ കടിഞ്ഞൂലിനെയോ വീണ്ടെടുക്കണം. അശുദ്ധ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിനെയും വീണ്ടെടുക്കണം. വീണ്ടെടുപ്പ് വില ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ളതിനെ നിന്റെ മതിപ്പ് പ്രകാരം 5 ശേക്കൽ ദ്രവ്യം കൊടുത്ത് വീണ്ടെടുക്കണം. ശേക്കൽ ഒന്നിന് 20 ഗേരാ പ്രകാശം വിശുദ്ധ മന്ദിരത്തിലെ തൂക്കം തന്നെ. എന്നാൽ പശു, ആട്, കോലാട് എന്നിവയുടെ കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കരുത്. അവ വിശുദ്ധമാകുന്നു. അവയുടെ രക്തം യാഗപീഠത്തിന്മേൽ തളിച്ച് മേധസ് യഹോവയ്ക്കും സൗരഭ്യവാസനയായ ദഹനയാഗമായി ദഹിപ്പിക്കണം. നീരാജനം ചെയ്ത നെഞ്ചും വലത്തെ കൈക്കുറകും നിനക്കുള്ളതായിരിക്കുന്നത് പോലെ തന്നെ അവയുടെ മാംസവും നിനക്കിരിക്കണം. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന ശുദ്ധ വസ്തുക്കളിൽ ഉദർച്ചാർപ്പണങ്ങളെല്ലാം ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും ശാശ്വതാവകാശമായി തന്നിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ നിനക്കും നിന്റെ സന്തതിക്കും ഇത് എന്നേക്കും ഒരു ലവണ നിയമമാകുന്നു. യഹോവ പിന്നെയും അഹരോനോട്, നിനക്ക് അവരുടെ ഭൂമിയിൽ ഒരു അവകാശം ഉണ്ടാകരുത്. അവരുടെ ഇടയിൽ നിനക്ക് ഒരു ഓഹരിയും അരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശമാകുന്നു എന്ന് അരുളിച്ചെയ്തു. ലേവ്യർക്കോ ഞാൻ സമാഗമന കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന വേലയ്ക്കോ ഇസ്രായേലിൽ ഉള്ള
ദശാംശം എല്ലാം അവകാശമായി കൊടുത്തിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ പാപം വഹിച്ച് മരിക്കാതിരിക്കേണ്ടതിനു മേലാൽ സമാഗമന കൂടാരത്തിന് അടുക്കരുത്. ലേവ്യർ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യുകയും അവരുടെ അകൃത്യം വഹിക്കുകയും വേണം. അത് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. അവർക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവകാശം ഉണ്ടാകരുത്. ഇസ്രായേൽ മക്കളിൽ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കുന്ന ദശാംശം ഞാൻ ലേവ്യർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വലിയ അവകാശം അരുത് എന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്നു. യഹോവ പിന്നെയും മോശെയോട് അരുളി ചെയ്തത്, നീ ലേവ്യരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്നു ഞാൻ നിങ്ങൾക്ക് അവകാശമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദശാംശം അവരോട് വാങ്ങുമ്പോൾ ദശാംശത്തിലെ 10 നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം. നിങ്ങളുടെ ഉദർച്ചാർപ്പണം കളത്തിലെ ധാന്യം പോലെയും മുന്തിരിച്ചക്കുകളിലെ നിറവ് പോലെയും നിങ്ങളുടെ പേർക്ക് എണ്ണും. അങ്ങനെ ഇസ്രായേൽ മക്കളോട് നിങ്ങൾ വാങ്ങുന്ന സകല ദശാംശത്തിൽ നിന്നും യഹോവയ്ക്ക് ഒരു ഉദർച്ചാർപ്പണം അർപ്പിക്കണം. യഹോവയ്ക്കുള്ള ഉദർച്ചാർപ്പണം നിങ്ങൾ പുരോഹിതനായ അഹരോനോട് കൊടുക്കണം. നിങ്ങൾക്ക് സകല ദാനങ്ങളിൽ നിന്നും ഉത്തമമായ എല്ലാറ്റിൻ്റെയും വിശുദ്ധഭാഗം നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം. ആകയാൽ നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ അതിൻ്റെ ഉത്തമഭാഗം ഉദർച്ചാർപ്പണമായി അർപ്പിക്കുമ്പോൾ അത് കളത്തിലെ അനുഭവം പോലെയും മുന്തിരിച്ചക്കിലെ അനുഭവം പോലെയും ലേവ്യർക്ക് എണ്ണും. അത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലായിടത്തു വെച്ചും ഭക്ഷിക്കാം. സമാഗമന കൂടാരത്തിൽ നിങ്ങൾ ചെയ്യുന്ന വേലയ്ക്കു ശമ്പളമാകുന്നു. അതിൻ്റെ ഉത്തമഭാഗം ഉദർച്ച ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അതിനു നിമിത്തം പാപം വഹിക്കുകയില്ല. നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ വിശുദ്ധ വസ്തുക്കൾ അശുദ്ധമാക്കുകയും അതിനാൽ മരിച്ചു പോവുകയും ഇടവരികയില്ല. ബാർക്കിമോർ